മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദ എടുത്തെന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രന്മാരായ ഹാബീലിന്റെ കഥ പറയുകയാണ്. അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ച് ഹാബീൽ എന്ന് പറയുന്ന പൊന്നുമോന് തന്റെ കൂടപ്പുറപ്പായ ഹാബീലിനെ കൊന്നുകളഞ്ഞപ്പോൾ അതൊരു തൊലിവെളുത്ത പെണ്ണിന് വേണ്ടിയിട്ട് സഹോദരിമാര് ചിന്തിക്കണേ, സഹോദരങ്ങളെ ചിന്തിക്കണേ. ഇന്ന് സിനിമാ നടിമാരെ പോലെ കയറി പിടിക്കുന്ന കാലമാണ്. ഇന്ന് സീരിയൽ നടിമാരെ പോലെ കടന്നു പിടിക്കുന്ന കാലമാണ്. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇന്ന് എത്രയോ കലാപങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളെ കാണുകയാണ്. ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിന് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ തള്ളിക്കളയുന്ന, ഒരു പെണ്ണിനോടൊപ്പം ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാവിനെ പോലെ തള്ളിപ്പറയുന്ന, വാപ്പാനെ പോലെ തള്ളിപ്പറയുന്ന കാലഘട്ടത്തിൽ എന്റെ സഹോദരങ്ങളെ ചർച്ച ചെയ്യാൻ നമുക്ക് വിശാലമായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ഹാബീല് തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഹാബീലിനെ കൊന്നുകളഞ്ഞത് ഇവിടെ വെച്ചാണ്. രാമേശ്വരം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞുവെന്ന് ചരിത്രം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊലിവെളുത്ത ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്, ഇഖ്ലീമ എന്ന് പറയുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഹാബീല് തന്റെ സഹോദരനെ കൊന്നതെങ്കിൽ മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട് പെണ്ണിന് വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലുന്നത്. പെണ്ണിന് വേണ്ടിയിട്ട് തമ്മിലടിക്കുന്ന കഥ മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഹാബീല് കൊന്നുകളഞ്ഞിട്ട് എന്തു ചെയ്യണമെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, തന്റെ കൂടപ്പുറപ്പിന്റെ ശവശരീരമെടുത്ത് തോളപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. കൂടപ്പുറപ്പിന്റെ ശവശരീരം എന്തു ചെയ്യണമെന്നറിയില്ല. കുഴിച്ചിടാനറിയില്ല, അടക്കാനറിയില്ല. സഹോദരങ്ങളെ, ഇന്നങ്ങനെയല്ലല്ലോ. ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ചാക്കിൽ കെട്ടിയിട്ട് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അതല്ലെങ്കിൽ പീസാക്കിയിട്ട് പല കഷണങ്ങളാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഓടയിൽ വലിച്ചെറിഞ്ഞിട്ട് ഓട്ടോയും പിടിച്ചു പോയ കഥകൾ നമ്മൾ കേരളത്തിന്റെ മലയാള പത്രത്തിൽ വായിച്ചവരാണ്. സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് നമുക്ക് ഒഴിച്ചിടാനും ഒളിച്ചുവെക്കാനും മാറ്റിവെക്കാനും അതിനെല്ലാം ചില സാങ്കേതികമായ കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമെങ്കിൽ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്തേ പ്രിയപ്പെട്ടവരെ, സ്വന്തം കൂടപ്പുറപ്പിന്റെ ശരീരം എന്ത് ചെയ്യണമെന്നറിയാതെ തോളപ്പെട്ടുകൊണ്ട് ആ സഹോദരൻ നടക്കുകയാണ്. കുടിച്ചിടാനറിയില്ല, മറവ് ചെയ്യാനറിയില്ല, മറമാടാനറിയില്ല. അങ്ങനെ തോളപ്പെട്ട ശരീരവുമായി നടക്കുന്ന ഹാബീലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ പറയുകയാണ്, ഫബഅസല്ലാഹു ഖുറാബാ, അല്ലാഹു ഒരു കാക്കയെ അയക്കുകയാണ്. ആ കാക്ക വന്ന മണ്ണില് ആ കാക്കയുടെ ചുണ്ടുകൊണ്ട് മണ്ണ് മാറ്റുകയാണ്. ആ സമയത്ത് ഈ ഹാബീൽ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഖാലയാ വൈലതാ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്. അല്ലാഹുവേ, ഈ കാക്കയുടെ കഴിവ് പോലും എനിക്കില്ലാതെ പോയല്ലോ. ഈ കാക്കയുടെ കഴിവ് പോലും എനിക്കില്ലാതെ പോയല്ലോ. കാക്കക്കുള്ള കഴിവ് പോലും എനിക്കില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടപ്പുറപ്പിനെ മണ്ണിനടിയിലേക്ക് കുഴിച്ചിടുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ചിന്തിക്കാൻ വേണ്ടി കേട്ടോ പറയുകയാ, ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതിനേക്കാൾ കഴിവ് അല്ലാഹു തആല പാറി പറന്നു പോകുന്ന കാക്കയ്ക്കല്ല കൊടുത്തെങ്കിലോ ചരിത്രത്തിൽ നിന്ന് അല്പം കൂടെ താഴോട്ട് വരുമോ? പരിശുദ്ധമായ കഅബാലയത്തെ തച്ച് തകർക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന, പരിശുദ്ധമായ കഅബാലയത്തെ തച്ച് തകർക്കാൻ വേണ്ടി കടന്നു വന്ന ആനപ്പടയുണ്ടല്ലോ, അപരകത്തിന്റെ ആനപ്പട. ലോകത്തെ ഏറ്റവും വലിയ ജീവിയേതെന്ന് ചോദിച്ചാൽ, കരയിലെ ഏറ്റവും വലിയ ജീവിയേതെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, രണ്ടഭിപ്രായമില്ലാതെ എല്ലാവരും പറയും അത് ആനയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി ആനയല്ലേ? ആ ആനപ്പടയുമായിട്ട് കഅബാലയത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന അപരകത്തിന്റെ ആനപ്പടയെ അല്ലാഹു നശിപ്പിച്ചത് ആരെ കൊണ്ടാണ്? ആരോഗ്യമുള്ള ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ നമുക്കയിലുണ്ട്. അന്ന് ധാരാളം ആളുകളും കഅബാലയത്തിന്റെ പരിചാരകരാ സഹോദരങ്ങളെ. പക്ഷേ പടച്ചതമ്പുരാൻ ആരിലൂടെയാണ്? അല്ലാഹു ആരിലൂടെയാണ് കഅബാലയത്തിന്റെ സംരക്ഷണത്തെ അല്ലാഹു തആല ഏറ്റെടുത്തതെന്നറിയോ? പൈഞ്ഞാക്കിളി എന്ന കുരുവിക്കൂട്ടങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫീൽ തന്നെ പറഞ്ഞല്ലോ, വറസല അലൈഹിം തൈറൻ അബാബീൽ. അല്ലാഹു പറയുകയാണ്, കുരുവിക്കൂട്ടങ്ങളെ
പടച്ചതമ്പുരാൻ ഇറക്കിയിട്ട് ആ കൂട്ടത്തെ പടച്ചതമ്പുരാൻ നശിപ്പിക്കുകയാണ്. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, അപരകത്തിന്റെ ആനപ്പടയെ പോലും നശിപ്പിച്ചത് അല്ലാഹു തആല കുരുവിക്കൂട്ടങ്ങളെ കൊണ്ടാണ്. ഒരു മുരു പൈനാക്കിളിയെ കൊണ്ട് അല്ലാഹു നശിപ്പിച്ചെങ്കിൽ എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണേ, ചരിത്രത്തിൽ നിന്ന് അല്പം കൂടി ഒന്ന് മുമ്പിലോട്ട് സഞ്ചരിക്കുമോ? ലോകമടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ 4 പ്രമുഖരിൽ ഒരാളല്ലേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം മടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരിൽ 2 പേര് മുസ്ലിമീങ്ങളല്ലേ. അതിൽ ഒരാളാരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? ഹുദ്ഹുദ് എന്ന മരംകൊട്ടിയാണ്. ആ ഹുദ്ഹുദ് എന്ന മരംകൊട്ടി ഒരു ദിവസം നേരം വെളുത്ത പോലെ കാണാനില്ല. എവിടെയാണ് മരം പൊട്ടി പോയതെന്നറിയാൻ, ഹുദ്ഹുദ് എവിടെയാണ് ഒളിച്ചതെന്നറിയാനുള്ള വെപ്രാളത്തോടെ മഹാനായ സുലൈമാൻ നബി നോക്കി നിൽക്കുമ്പോ ആ മരം കൊട്ടി മടങ്ങി വരികയാണ്. സൂറത്തുൻ നംലിലൂടെ അല്ലാഹു പറയുകയാണ്, ഫമകസ ഗൈറ ബഈദ് ഫഖാല അഹതു ബിമാ ലം തുഹിതു ബിഹി വജിതുക മിന സബഇൻ ബിനബഈഖി. സുലൈമാൻ നബിയെ, നിങ്ങളെ കണ്ടെത്താത്ത ബൽക്കീസിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഹുദ്ഹുദ് എന്ന് പറയുന്ന മരം കൊട്ടിയരാ സുലൈമാൻ നബി എന്ന രാജാവിന്റെ മുമ്പിലെത്തിയെങ്കിൽ സഹോദരങ്ങളെ, സുലൈമാൻ നബി അടക്കി ഭരിച്ചത് രാജ്യം മുഴുവനല്ല, ലോകം മുഴുവനും അടക്കി ഭരിച്ചതാണ്. എന്നിട്ടും എന്റെ സുലൈമാൻ നബിക്ക് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്തതൊരു മരം കൊട്ടിക്കാണെങ്കിൽ കഅബാലയത്തെ തച്ചു തകർക്കാൻ വേണ്ടി വന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനപ്പടയെ നശിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുരുവി കൂട്ടങ്ങൾക്ക് കഴിവ് കൊടുത്തെങ്കിൽ സഹോദരങ്ങളെ, മനുഷ്യനെ അടക്കാൻ അറിയാതെ വന്നപ്പോ, എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോ അല്ലാഹു തആല കറുത്ത കരിങ്കാക്കയെ കൊണ്ട് പടച്ചതമ്പുരാ മനുഷ്യനടക്കാ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ സഹോദരങ്ങളെ, പർവ്വത മുകളിലെ പറവകളെന്ന വിഷയം ഞാൻ പറയാൻ ആരംഭിക്കുകയാണ്. അല്ലാഹു മനുഷ്യനെക്കാൾ ചിലപ്പോ ചില സന്ദർഭങ്ങളൊക്കെ പക്ഷികളൊക്കെല്ല കഴിവ് കൊടുത്തിട്ടുള്ള കഥകൾ നമുക്കറിയാം. എന്തേ സഹോദരങ്ങളെ, മനുഷ്യനില്ലാത്ത കഴിവുകളല്ല കൊടുക്കുന്ന ജീവികളുണ്ടല്ലോ. മദീനത്തുൻ നബവിയിൽ നിങ്ങൾ ചെന്ന് നോക്ക്. അല്ലാഹുവേ, പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ ഖുബ്ബത്തുൽ ഖലറായിനെ വട്ടമിട്ട് പറക്കുന്ന പ്രാവിൻ കൂട്ടങ്ങളെ കാണാം. അല്ലാഹുവിന്റെ കഅബാലയത്തിന്, വിശുദ്ധമായ കഅബാലയത്തിന്റെ 4 ഭാഗത്ത് സഹോദരങ്ങളെ തവാഫ് ചെയ്യുന്ന പറവക്കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നമുക്ക് കഴിയുമോ? ഇല്ല, ഇല്ല. അല്ലാഹു കഴിവ് കൊടുത്ത ജീവിയാണ് പക്ഷികളെങ്കിൽ 4 പക്ഷികളുടെ കഥകൾ ഞാൻ നിങ്ങളോട് പറയുകയാ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാൻ, ഇരുകാലികളായി പടച്ചതമ്പുരാ ജീവിക്കാൻ അവസരം തന്നിട്ട് 4 കാലികളെ പോലെ ജീവിച്ച് മടിച്ചു നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പാഠം ഉൾക്കൊള്ളാം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നാളെ കൂടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തന പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.